നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്കാർ. ഓസ്കാർ ജേതാവ് റോബർട്ട് ഡുവാൽ അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ആമിനിറ്റി സെന്റർ സമ്മാനിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ. കൊല്ലത്ത് കൃഷി ഉത്സവം. ബീഹാറിൽ നിന്നുള്ള വെൽഡിംഗ് തൊഴിലാളിക്ക് മിസ്റ്റർ കേരള പട്ടം. ഓൺലൈൻ സേവനങ്ങൾ ഒരാപ്പിൽ. നമ്മുടെ കേരള മാപ്പ്. ബംഗളൂരുവിൽ ഓഫീസ് തുറന്ന ആന്ത്രോപിക്. വാർത്തകൾ വിശദമായി. ഓസ്കാർ ജേതാവ് റോബർട്ട് ഡുവാൽ അന്തരിച്ചു. ഗോഡ്ഫാദർ സിനിമയുടെ ആദ്യ 2 ഭാഗങ്ങളിലെ അഭിനയത്തിലൂടെ ശ്രദ്ധേയനായ ഓസ്കാർ ജേതാവ് റോബർട്ട് ഡുവാൽ അന്തരിച്ചു. 1962 ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന ചിത്രത്തിലെ ബൂറാട്ട്ലി എന്ന കഥാപാത്രമായി അരങ്ങേറ്റം കുറിച്ചതു മുതൽ 7 പതിറ്റാണ്ടോളം അവിസ്മരണീയമായ കഥാപാത്രങ്ങളുടെ ഒരു നിര തന്നെ തീർത്ത നടനാണ് അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അമ്യൂണിറ്റി സെന്റർ സമ്മാനിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് 15 കോടി രൂപ ചെലവിൽ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അലൂമിനി അസോസിയേഷന്റെ പ്രഖ്യാപനം. ഇതിനായി 30 സെന്റ് ക്യാമ്പസിനുള്ളിൽ സംസ്ഥാന സർക്കാർ സൗജന്യമായി നൽകി. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തങ്കവേലുവിന്റെ പേരാണ് സെന്ററിന് നൽകുക. 5 നിലകളിലായി 30,000 ചതുരശ്ര അടിയിലുള്ള സെന്ററിൽ ലോകമെമ്പാടും ചികിത്സാ രംഗത്ത് വരുന്ന മാറ്റങ്ങളും ആധുനിക ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തും. വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യം സംരക്ഷിക്കാനുമായി വിവിധ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. പ്രൊഫഷണൽ മികവ് കൂട്ടാൻ പരിശീലന പരിപാടികൾ നടത്തും. കിംസ് ആശുപത്രി ചെയർമാൻ MAE സഹദുള്ള, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോൺ പണിക്കർ, സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ കവിത രവി, ട്രഷറർ ഡോക്ടർ G ലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊല്ലത്ത് കൃഷി ഉത്സവം. കേരളത്തിന്റെ കാർഷിക മാമാങ്കമായ കർഷകശ്രീ കാർഷിക മേള ഈ മാസം 25 മുതൽ കൊല്ലം ആശ്രാമം മൈതാനത്ത്. മാർച്ച് 1 വരെ നീളുന്ന മേളയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള മലയാള മനോരമയുടെ കർഷകശ്രീ 2025 പുരസ്കാരം 28-ന് വൈകിട്ട് 4-ന് എറണാകുളം ഇലഞ്ഞി പെരുമ്പടവും വെളിയത്ത് മേലിൽ മോനു വർഗീസ് മാമന് സമ്മാനിക്കും. സംസ്ഥാനത്തെ കൃഷി, മൃഗസംരക്ഷണ, മത്സ്യശേഖരങ്ങളുടെ വളർച്ചയും കുതിപ്പും വിളിച്ചറിയിക്കുന്നതാവും 5 ദിവസം നീളുന്ന കാർഷിക മേള. കാർഷിക രംഗത്തെ ഏറ്റവും പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്ന സെമിനാറുകൾ, കർഷകരുടെ പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുന്ന ഓപ്പൺ ഫോറങ്ങൾ, കർഷകർക്കും കാർഷിക സംരംഭകർക്കും വേണ്ടതെല്ലാം ലഭ്യമാക്കുന്ന പ്രദർശന വിപണന സ്റ്റാളുകൾ, എല്ലാം സായാഹ്നങ്ങളിലും കലാപരിപാടികൾ എന്നിവയെല്ലാം മേളനഗരിയിൽ ഉണ്ടാകും. നാടൻ രുചികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങൾ നിറയുന്ന ഫുഡ് സ്ട്രീറ്റും വിളമത്സ്യവും കെന്നൽ ഷോയും പുഷ്പമേളയും പെറ്റ് ഷോയുമെല്ലാം മേളയ്ക്ക് കൊഴുപ്പുകൂട്ടും. സർക്കാർ, സഹകരണ, സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള 100-ലേറെ പ്രദർശന വിപണന സ്റ്റാളുകൾ മേളയിലുണ്ടാകും. ചെറുകിട സംരംഭകർക്കായി പ്രത്യേക വിഭാഗവുമുണ്ട്. നടീൽ വസ്തുക്കൾ, ടിഷ്യൂ കൾച്ചർ തൈകൾ, കൃഷി ഉപകരണങ്ങൾ, പമ്പ് സെറ്റുകൾ, ഹൈടെക് കൃഷി സാമഗ്രികൾ, തുള്ളിനന യൂണിറ്റുകൾ, ജൈവ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിങ്ങനെ ഒട്ടേറെ മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ സന്ദർശിക്കാനും വിജ്ഞാനം നേടാനും ഒപ്പം ആവശ്യമായ വസ്തുക്കൾ വാങ്ങാനും സന്ദർശകർക്ക് അവസരമുണ്ടാകും. ബീഹാറിൽ നിന്നുള്ള വെൽഡിംഗ് തൊഴിലാളിക്ക് മിസ്റ്റർ കേരള പട്ടം. വെൽഡിംഗ് ജോലികളിൽ സഹോദരനെ സഹായിക്കാനാണ് 4 വർഷം മുമ്പ് അർബാസ് ഖാൻ ബീഹാറിൽ നിന്ന് കേരളത്തിലെത്തിയത്. ഇന്ന് മസിലൊക്കെ പെരുപ്പിച്ചു നിൽക്കുന്ന മിസ്റ്റർ കേരളയാണ് ഈ 20 വയസ്സുകാരൻ. കണ്ണൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ തലശ്ശേരിയിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ഓപ്പൺ ജൂനിയർ 55 കിലോഗ്രാം വിഭാഗത്തിലാണ് അർബാസ് ഖാൻ മിസ്റ്റർ കേരളയായത്. കൂത്തുപറമ്പിൽ വെൽഡിംഗ് തൊഴിലാളിയായ അർബാസ് ഖാൻ വെൽഡിംഗ് ജോലിക്കൊപ്പം ബോഡി ബിൽഡിംഗിൽ പരിശീലനം നേടിയിരുന്നു. ഒഴിവു സമയം ജിമ്മിൽ ചെലവഴിക്കലാണ് പതിവ്. ഓൺലൈൻ സേവനങ്ങൾ ഒരാപ്പിൽ. നമ്മുടെ കേരള മാപ്പ്. സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ഒറ്റ കുടക്കീഴിൽ ആക്കാൻ മറ്റൊരു മൊബൈൽ ആപ്പ് വരുന്നു. നമ്മുടെ കേരള മാപ്പ് സംസ്ഥാന IT മിഷനാണ് തയ്യാറാക്കുന്നത്. 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണാൻ മണിക്കൂറുകളോളം കാത്തിരിക്കാതെ സന്ദർശനം ആപ്പിലൂടെ ഷെഡ്യൂൾ ചെയ്യാം. ബംഗളൂരുവിൽ ഓഫീസ് തുറന്ന ആന്ത്രോപിക്. ലോകപ്രശസ്ത AI മോഡലായ ക്ലോഡിൻ്റെ നിർമ്മാതാക്കളായ ആന്ത്രോപിക് ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ബംഗളൂരുവിൽ തുറന്നു. കമ്പനി CEO ഡാരിയോ അമോഡി നേരിട്ടെത്തിയാണ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ഭാവി പരിപാടികളും കമ്പനി പ്രഖ്യാപിച്ചു. US കഴിഞ്ഞാൽ ക്ലോഡിന് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ളത് ഇന്ത്യയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യയിലെ 2ാമത്തെ ഓഫീസാണിത്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം ഇരട്ടിയായെന്നും ആന്ത്രോപിക് വ്യക്തമാക്കി.
മൈക്രോസോഫ്റ്റിലെ മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ഇറീന ഘോഷാണ് കമ്പനിയുടെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ. എയർ ഇന്ത്യ, കോഗ്നിസന്റ്, പ്രഥം തുടങ്ങിയ കമ്പനികളുമായി ആന്ത്രോപിക് പങ്കാളിത്തം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രാദേശിക ഭാഷകളിൽ AI-യുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിലാണ് കമ്പനി ശ്രദ്ധിക്കുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.